ഹായ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന വളരെ പ്രശസ്തനായ ബ്രസീലിയൻ നോവലിസ്റ്റായ പൗലോ കൊയ്ലോയുടെ പ്രസിദ്ധമായ ഒരു കോട്സാണ്, ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, അത് തുറന്നിട്ടെന്ന് വിചാരിച്ച് അതിലൂടെ കാറ്റോ വെളിച്ചമോ അകത്ത് കടക്കുന്നില്ല ചില മനുഷ്യരെ പോലെ. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? നിങ്ങൾ ആരോടും മിണ്ടാതെ കാണാതെ ഒരു വീട്ടിൽ ഒരു മുറിയിൽ വാതിലും ജനലും അടച്ചിട്ട് ഏകാഗിയായി ജീവിക്കണം എന്നാണോ? അല്ല. പിന്നെയോ? നിങ്ങൾക്കറിയാം, ചില ആളുകളോട് നമ്മൾ എത്ര തന്നെ സ്നേഹത്തോടെ സംസാരിച്ചാലും താഴ്മയോടെ പെരുമാറിയാലും അവർ ചാടിക്കുടഞ്ഞ് കയർത്ത് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഇവിടെ അവർക്ക് നിങ്ങൾ എത്ര തന്നെ താഴ്ന്നു കൊടുക്കുന്നുവോ അത്ര കണ്ട് അവർ നിങ്ങളുടെ തലയിൽ കയറി നിരങ്ങും. അതാരുമാകട്ടെ, ചിലപ്പോൾ ഭാര്യയായിരിക്കാം, സ്നേഹിക്കുന്നവർ തമ്മിലായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം, ഫ്രണ്ട്ഷിപ്പിലുള്ളവരായിരിക്കാം, ആരുമായിരുന്നോട്ടെ. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ ഒരംശം പോലും തിരിച്ചു തരാത്തവർ, നിങ്ങൾ ക്ഷമയോടെ വീണ്ടും വീണ്ടും അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പൂർത്തിയാക്കി കൊടുക്കുമ്പോഴും ഒരു നന്ദി പോലും കാണിക്കാത്തവർ, ഒന്ന് സ്നേഹത്തോടെ പുഞ്ചിരിക്കാത്തവർ, ഒരു സന്തോഷമോ തരാത്തവർ, നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് മാത്രം കണ്ട് നിങ്ങളുടെ കൂടെ കൂടിയവർ, അവർ നിങ്ങൾക്ക് മാനുഷികമായ ഒരു പരിഗണനയോ പരിലാളനയോ തരാത്തവരാണ്. അവരിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അത്തരത്തിലായിരിക്കുന്നു നിങ്ങളുടെ ബന്ധം. ഇവരെക്കുറിച്ചാണ് ആ വാതിലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം വാതിലുകൾ തുറന്നു വെച്ചതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ലഭിക്കുന്നില്ല. ഇത്തരം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെ കൂട്ടിയാൽ അവരിൽ നിന്നും ഒരു നന്മയും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല, നെഗറ്റീവ് എനർജി എല്ലാ ദിവസവും കിട്ടും. കാരണം ദിവസവും വഴക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാതെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവരെ മാറ്റാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരാനോ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ കൊണ്ട് അതിന് കഴിയുന്നില്ലെങ്കിൽ, ഒന്നുകിൽ അവരെ അവിടെ ഉപേക്ഷിക്കുക. ഇനി നിങ്ങളുടെ നന്മ കൊണ്ട്, നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾക്കതിന് പറ്റുന്നില്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഒരു ലിമിറ്റ് വെക്കുക. എന്നിട്ട് ഇത് വിധിയെന്ന് കരുതി ജീവിക്കുക. അത്രയേ അതിൽ ചെയ്യാനുള്ളൂ. ബൈ മോട്ടിവേഷൻ മലയാളം.